പാതഞ്ജല യോഗസൂത്രത്തില് 9ാമത്തെ സൂത്രമാണ് ശബ്ദജ്ഞാനാനുപാതി വസ്തുശൂന്യോ വികൽപ്പഃ. ചിത്തവൃത്തികളെ പരിചയപ്പെടുത്തുമ്പോൾ അതിൽ നമ്മൾ പ്രമാണം പഠിച്ചു അല്ലെ, പ്രമാണം പഠിച്ചു, വിപര്യം പഠിച്ചു. ഇനി അടുത്തത് വികൽപ്പമാണ്. എന്താണ് വികൽപ്പം? വികൽപ്പം എന്നത് ശബ്ദജ്ഞാനാനുപാതി വസ്തുശൂന്യോ വികൽപ്പഃ. വികൽപ്പം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇല്ലാത്തൊരു വസ്തു ഉണ്ടെന്ന്, അതിൻ്റെ അഭാവത്തിൽ നമ്മൾ ഇങ്ങനെ പറയുകയാണ് ചെയ്യുന്നത്. അതായത് ശബ്ദജ്ഞാനത്തെ ആശ്രയിച്ച് നമ്മളത് കേൾക്കുമ്പോൾ ആ ശബ്ദം നമുക്ക് മനസ്സിലാകുന്നു, അതിൽ നിന്നുണ്ടാകുന്ന അർത്ഥത്തെ മനസ്സിലാക്കുന്നു, പക്ഷെ ആ വസ്തു അവിടെ ഉണ്ടാകുന്നില്ല. ഏറ്റവും ഉദാഹരണമായിട്ട് പറയുന്നതാണ് അദ്ദേഹം. എന്താണ്? മൃഗതൃഷ്ണാംഭസി സ്നാതഃ ശശശൃംഗധനുർധരഃ ഖപുഷ്പകൃത ശേഖര ഏഷ വന്ധ്യസുതോ യാതി എന്ന് വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു വാക്ക്. അത് തന്നെയാണ് ഇതിന് ഉദാഹരണം. അതായത് മൃഗതൃഷ്ണാംഭസി സ്നാതഃ, മൃഗതൃഷ്ണയാകുന്ന ജലത്തിൽ കുളിച്ചവനും. മൃഗതൃഷ്ണ എന്ന ഒരു വസ്തു അവിടെ ഇല്ല, അത് നമുക്കറിയാം. പക്ഷെ അവിടെ ശബ്ദജ്ഞാനമുണ്ട്. നമുക്ക് കേട്ടാൽ ഇങ്ങനെ ഒരു വസ്തു ഉണ്ട് എന്ന് നമ്മൾ കരുതുന്നു, പക്ഷേ യഥാർത്ഥത്തിൽ ആ വസ്തു അവിടെ ഇല്ല. അതുപോലെയാണ് ശശശൃംഗധനുർധരഃ. എങ്ങനെയുള്ള ആളാണ്? ശശശൃംഗം, മുയൽക്കൊമ്പ് പിടിച്ചവനാണ്, മുയൽക്കൊമ്പ് കൊണ്ടുള്ള ധനുർധരഃ, ധനു ധരിച്ചവനാണ്, വില്ല് ധരിച്ചവനാണ്. മുയലിന് കൊമ്പുണ്ടാവില്ല എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ ആ മുയൽ കൊമ്പ് കൊണ്ടുണ്ടാക്കിയ ധനുസ് ധരിച്ചവൻ എന്ന് പറയുമ്പോൾ ആ ഒരു ജ്ഞാനം നമുക്ക് ഉണ്ടാവുന്നുണ്ട്. പക്ഷെ ആ വസ്തു ഇല്ല എന്നുള്ള ജ്ഞാനവും നമുക്ക് ഉണ്ടാകുന്നു. ഖപുഷ്പകൃത ശേഖരഃ. എന്താണ് ഖപുഷ്പം? ആകാശകുസുമം. ആ കുസുമം കൃതശേഖരഃ, ആ ആകാശകുസുമം ശേഖരിച്ചുകൊണ്ട് ഏഷ വന്ധ്യസുതോ യാതി, വന്ധ്യയ്ക്കുണ്ടായ മകൻ. വന്ധ്യയ്ക്ക് മക്കൾ ഉണ്ടാവുകയില്ല, പക്ഷെ വന്ധ്യാസുതൻ എന്നവിടെ പറയപ്പെടുന്നു. ഇവിടെയെല്ലാം ശബ്ദജ്ഞാനമുണ്ട്. ശബ്ദത്തിൽ നിന്നും അർത്ഥത്തെ കൽപ്പിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. പക്ഷേ അതുകൊണ്ടാണ് ആ ശബ്ദജ്ഞാനത്തെ ആശ്രയിച്ച് നിലനിൽക്കുന്നു. പക്ഷെ ശൂന്യമായ അവസ്ഥ, വസ്തുശൂന്യമാണ്. ഇതൊരിക്കലും ഇല്ലാത്ത കാര്യങ്ങളെയാണ് പറയുന്നത്. അതിനെയാണ് നമ്മൾ വികൽപ്പം എന്ന പേരോടുകൂടി അറിയപ്പെടുന്നത്. പ്രമാണം നമുക്ക് കൃത്യമായി മനസ്സിലാക്കുന്ന വിധത്തിലാണ്, യഥാർത്ഥ ജ്ഞാനത്തെ നമുക്ക് നൽകുന്നതാണ്, കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. എന്നാൽ വിപര്യമാകട്ടെ സംശയത്തെ ജനിപ്പിക്കുന്നതാണ്. നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റാതെ ആ വസ്തുവിനെ മറ്റൊന്നായി തെറ്റിദ്ധരിക്കുന്ന അല്ലെങ്കിൽ ഒരു ഭ്രമമുണ്ടാക്കുന്ന അവസ്ഥയാണ് നമുക്ക് വിപര്യത്തിൽ കൂടെ കിട്ടുന്നത്. എന്നാൽ വികൽപ്പമാകട്ടെ ഒരിക്കലും സംഭവിക്കാത്ത കാര്യങ്ങളെ ശബ്ദനിഷ്ഠമായി മാത്രം ആ ശബ്ദജ്ഞാനത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. പക്ഷെ ആ വസ്തു ശൂന്യമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതാണ് വികൽപ്പം എന്ന അവസ്ഥ. ഈ ഒരു സൂത്രം പറയുന്നത് തന്നെ ഇതാണ്. ശബ്ദജ്ഞാനാനുപാതി, ശബ്ദത്തെ ആശ്രയിച്ചുകൊണ്ട് നിൽക്കുന്ന വസ്തുശൂന്യ, എന്നാൽ വസ്തു ഇല്ലാത്തതായ ആ ഒരു ശൂന്യത, വസ്തുശൂന്യ വികൽപ്പഃ. ശബ്ദജ്ഞാനാനുപാതി വസ്തുശൂന്യോ വികൽപ്പഃ. അപ്പൊ വികൽപ്പം എന്താണ് എന്നും കൃത്യമായി ആചാര്യൻ പറഞ്ഞു തന്നിരിക്കുന്നു.